ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് പോലത്തെ മേഖലയിൽ ശോഭിക്കാൻ പറ്റാത്തതെന്നുള്ളതിനെ പറ്റിയാണ് ആ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ള ആർക്കും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് തന്നെയാണ്. അതായത് നമ്മൾ സ്കൂളിലോ കോളേജുകളിലോ പഠിക്കുന്ന പഠനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. നമുക്ക് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം, അത് കഴിഞ്ഞ് നല്ല ജോലിയിലോട്ട് പ്രവേശിക്കണം. ഇതാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്നൊരു കാര്യം. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരും അത് തന്നെ ആയിരിക്കും പറയണം, മോനെ ഒരു ജോലി ആയില്ലേ എന്ന് ചോദിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മോനെ ഒരു ബിസിനസ് ചെയ്യുന്നില്ലേ, നിനക്ക് അംബാനിയെ പോലെ ആകണ്ടെന്നൊന്നും ആരും ചോദിക്കത്തില്ല. എല്ലാവരും പറയുന്നത് ജോലി. കാരണം അവരും ചുറ്റുപാട് കാണുന്നതല്ല ജോലി എന്നുള്ള സംഭവമാണ് കാണുന്നത്. അപ്പം നമ്മളും സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നതായിരിക്കും എനിക്കൊരു IAS കാരനാകണം, ഡോക്ടറാകണം, എഞ്ചിനീയറാണ്. ഇതൊക്കെ ആണെങ്കിൽ മെജോറിറ്റി ആൾക്കാർ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് മാൻ ആകണം, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ടൈക്കൂൺ ആകണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വളരെ കുറവാണ്. അതില്ലെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഉള്ളിലോട്ട് ആരെങ്കിലും കുത്തിവെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കിലോടൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കുറച്ചൊരു എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോഴായിരിക്കും ബിസിനസ്സിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ ട്രേഡിങ്, ബിസിനസ് മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും കേട്ട് പഠിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജനിച്ച് വീഴുന്ന ഒരു ബിസിനസ് കുടുംബത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ടേസ്റ്റ് അറിയാം. അവരുടെ വീട്ടുകാരാണെങ്കിലും അവരുടെ ബന്ധുക്കളാണെങ്കിലും അവർ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെയൊക്കെയാണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും കൂടുതൽ സംസാരങ്ങൾ. അപ്പോൾ അവർക്ക് ചെറുപ്പം തൊട്ടേ ബിസിനസ്സുകാരനാകണം എന്നുള്ളൊരു മൈൻഡ് അവർക്കുണ്ട്. പക്ഷെ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 25 വയസ്സിന് ശേഷം ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു മൈൻഡ് ഉണ്ടാകുന്നത്. കാരണം ബിസിനസ്സിലാണ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ ഉള്ള സാധ്യത. മാത്രമല്ല നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചു വന്ന സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ബിസിനസ്സുകൾ തുടങ്ങുമ്പോഴത്തേക്കും, ബിസിനസ്സോ അല്ലെങ്കിൽ തുടങ്ങി ട്രേഡിംഗ് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കുറവാണ്. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും തട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഉള്ള നിലവിലുള്ള ജോലികൾ ഉപേക്ഷിച്ചായിരിക്കും നമ്മൾ ചിലപ്പം ചില ബിസിനസ്സിലൊക്കെ ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പം പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന കാര്യമല്ല. അപ്പം പല ആൾക്കാരും ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഉപേക്ഷിക്കും. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടൊരു പരിപാടിയാണ്. നമ്മൾ ജോലിയുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാകുമ്പോഴത്തേക്കും പല ആൾക്കാരും മടുത്തിട്ട് നിർത്തി പോകാറുണ്ട്. വീട്ടുകാരോടൊക്കെ പറഞ്ഞോ അല്ല കൂട്ടുകാരോടൊക്കെ പറഞ്ഞാൽ തന്നെ അവർ ഇതിനെ വളരെ നെഗറ്റീവായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജ് നമ്മൾ ലോസ് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത് വളരെ നോർമലായിട്ട് നടക്കുന്ന സംഭവമാണ്. കാരണം നമ്മുടെ ചുറ്റിലിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി കാണുന്നതും പറയുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്വയം അത് എഡ്യൂക്കേറ്റഡ് ആകുക. ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ഇപ്പോൾ ഉണ്ട്. നമുക്ക് ലോകത്തുള്ള എന്തിനെപ്പറ്റി വേണം അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബിസിനസ് ട്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്കതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് അടിപൊളിയാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കതിനുള്ള ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിസിനസ് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാളിറ്റി വേണം. അതായത് നമുക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവുകൾ വേണം. മാത്രമല്ല നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അങ്ങനെ ഒരുപാട് ക്വാളിറ്റി നമുക്ക് വേണം. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെയാണ് അവിടെ വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രേഡിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. ട്രേഡിംഗ് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ഒറ്റ ആളായിരിക്കും ചെയ്യുന്നത്. മറ്റെന്ന് പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അത് വലുതായിക്കൊണ്ടിരിക്കുന്നവർ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലായിരിക്കും. കൺട്രോൾ ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല ബിസിനസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സംഭവമാണ്. പ്രാക്ടീസിലൂടെ ആണ് നമ്മൾ അത് ചെയ്യുന്നത്. ട്രേഡിങ്ങിലോട്ട് വന്നാലും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ടൂളാണ് ഷെയർ മാർക്കറ്റ്. അവിടെ വിജയിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ മൈൻഡ് സെറ്റ് ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കലായിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്, അങ്ങനെ ഏത് മുഖേനയാണെങ്കിലും നമുക്ക് അത് പഠിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ശോഭിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നതും യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നതും, അതായത് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മുടെ സ്കൂളിലോ കോളേജിലോ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈഫിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഒരു വർക്കിലിരിക്കുന്ന ആൾക്ക് ഓരോ കൃത്യമായിട്ട് അവരുടെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് വീഡിയോ കണ്ടാൽ മതി. ഒരു വർഷമാകുമ്പോൾ എത്ര നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ കെട്ടിപ്പടുക്കാനുള്ള നോളജ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ കൊളീഗ്സിനോട് ചർച്ച ചെയ്യുക, ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഡിസ്കഷൻസൊക്കെ ഇടയ്ക്ക് വെക്കുക.
ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളമടിയൊന്നും ഇല്ലാത്ത പരിപാടിയില്ലല്ലോ, എല്ലാ പരിപാടിക്കും വെള്ളമടിയാണ്. അപ്പം ആ വെള്ളമടിക്കാൻ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ഡിസ്കഷനാണ്, മനസ്സിലായോ? അപ്പം നമുക്ക് അവിടെ കുറച്ചൊരു ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഫോർമാറ്റുകൾ നമ്മളൊന്ന് മാറ്റിയാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകം ടൈം നമ്മൾ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കുള്ള ടൈമിൽ തന്നെ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടൈം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തി നമ്മൾ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്നുള്ള കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നു വെച്ചാൽ നഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നഷ്ടങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബിസിനസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലത്തെ സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അതായത് നഷ്ടങ്ങൾ ഉണ്ടാകാൻ മാത്രമേ ഉള്ളൂ നമുക്കവിടെ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്ക് ഒരിക്കലും ദഹിക്കാത്തൊരു സംഭവമാണിത്. അതായത് നമുക്ക് തുടക്കത്തിലെല്ലാം തോന്നും ഇങ്ങനെയാണ്, ശരിയാണ്, നമുക്ക് നഷ്ടം ഉണ്ടാകുന്ന കാര്യത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ആ നഷ്ടം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും ഔട്ടാകാതെ ഒരിക്കലും നല്ലൊരു ബാറ്റ്സ്മാൻ ആകാൻ പറ്റത്തില്ല. അതായത് സച്ചിൻ തെണ്ടുൽക്കർ എത്ര തവണ ഔട്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ തവണ ഔട്ടായിട്ടുണ്ട്, എന്നിട്ടാണ് പുള്ളി ലെജൻഡറി ബാറ്റ്സ്മാൻ ആയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സ്. നമുക്ക് പലതവണ ഔട്ടാകേണ്ട ഗതികേട് വരും. അപ്പോൾ അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എല്ലാത്തിനും റിസ്ക് ഉണ്ട്. ആ റിസ്ക് കൺട്രോളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ ലാഭങ്ങളായിട്ട് നമുക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ട് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് വരിക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആൾക്ക് മാത്രമേ ഉള്ളൂ ഒരു റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ളൂ. കാരണം റിസ്ക് എടുത്താൽ മാത്രമേ അവിടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ള തിരിച്ചറിവായതുകൊണ്ട് തന്നെ അവർ കൂടുതൽ റിസ്ക് എടുക്കാൻ നോക്കും. അതും കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രം ചെയ്യും. ഡ്യൂട്ടി അല്ലാതെ വെറുതെ ഗാംബ്ലിംഗ് പോലെ കാര്യങ്ങൾ ചെയ്യാതെ കാൽക്കുലേറ്ററായിട്ട് കൃത്യമായിട്ട് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും, അതായത് ട്രേഡിംഗ് നല്ല ഏതൊരു മേഖലയും നിങ്ങൾക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പ്രോസസ് നോട്ട് ഔട്ട്കം. അതായത് നമ്മളെപ്പോഴും പ്രോസസ്സിലായിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. നമ്മുടെ ധോണി എന്ന് പറയുന്നത് ധോണി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരിക്കലും റിസൾട്ടിനെ പറ്റി ബോധരല്ല, പുള്ളി എപ്പോഴും ആ പ്രോസസ്സിലാണ് പുള്ളി ബോധരാകുന്നത്. അതായത് പുള്ളിക്കറിയാം ഔട്ട്കം ഓർത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ പ്രോസസ്സിലാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ട് പ്രോഫിറ്റ് വരും. നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇനി നാലാമത്തെ പ്രധാന കാര്യം റിസ്ക് മാനേജ്മെൻറ്റ് ആണ്. അതായത് നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി പറഞ്ഞാൽ അവർ ക്യാപിറ്റലിനെ ഭയങ്കര ഒബ്സസ്ഡ് വെച്ചുകൊണ്ടിരിക്കും. അതായത് ക്യാപിറ്റൽ കുറയാനായിട്ട് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങൾ അവർ ഒഴിവാക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവിടെ ഒരു ബാലൻസ് കണ്ടുപിടിക്കണം. കിട്ടിയോ? റിസ്ക്കുകൾ എപ്പോഴും എടുക്കണം. റിസ്ക് എടുക്കാതെ ഒരിക്കലും റിവാർഡ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കാൽക്കുലേറ്റർ റിസ്ക് ആയിരിക്കണം. അപ്പോൾ ആ കാൽക്കുലേറ്റർ റിസ്ക് എടുക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഒരു പഴഞ്ഞുണ്ടല്ലോ, കഷ്ടത്തിരിക്കുന്നത് പോവുകയും ചെയ്യല്, ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു സംഭവം വളരെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടി. അത് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വേറെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ പഴഞ്ചൊല്ലിൻ്റെ എല്ലാം ഒരു സാരാംശം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിക്കും കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കുന്നത് ഇൻഫിനിറ്റി ആയിട്ട് റിസ്ക് എടുക്കാതെ ഒരു കാൽക്കുലേറ്റർ ലെവലിൽ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവിടെ കിട്ടുന്ന ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയാണ് കറക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസ്ക് എപ്പോഴും മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കാവുള്ളൂ. റിസ്ക് ഒരിക്കലും ഇൻഫിനിറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. ടേക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ മാനേജബിൾ ആയിട്ടുള്ള റിസ്ക് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് പോയി ചുമ്മാ റിസ്ക് എടുത്തിട്ട് നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ എവിടെയാണ് റിസ്ക് എടുക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് ബോധം വേണം. എത്രയാണ് റിസ്ക് എടുക്കേണ്ടത് കൃത്യമായിട്ട് നമുക്ക് ബോധം വേണം. എത്രയാണ് ലാഭം നമുക്കതിന് കിട്ടുന്നു എന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പോൾ ആ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ടാലി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടിപൊളിയാകാൻ പറ്റും. ഇനിയിപ്പോൾ അഞ്ചാമത്തെയും അവസാനത്തെയുള്ള കാര്യം എന്ന് പറയുന്നതും സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ. അതായത് റിയലിസ്റ്റിക് ആയിട്ട് ഗോൾസാണ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത്. ഇപ്പം ട്രേഡിങ്ങിലോട്ട് പല ആൾക്കാരും വരുമ്പോഴത്തേക്കും കോടികളും കൊണ്ടായിക്കളയാം, അല്ലെങ്കിൽ അങ്ങ് നാളെ തൊട്ട് അങ്ങ് ലക്ഷങ്ങൾ കൊയ്തൊക്കെ അങ്ങനെയുള്ള മൈൻഡ് സെറ്റിലൊക്കെ ആയിരിക്കും പല ആൾക്കാരും വരുന്നത്. പക്ഷേ ഒരു 5-6 മാസം ആ ഒരു സംഭവം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഹൈ ഒക്കെ അങ്ങ് കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആകും. നമ്മൾ റിയലിസ്റ്റിക് അല്ലെങ്കിലും മാർക്കറ്റ് നമ്മൾ റിയലിസ്റ്റിക് ആക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അവർക്ക് പാരലായിട്ട് നല്ലൊരു വെൽത്ത് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ മാർക്കറ്റ് നിങ്ങളെ സഹായിക്കും. പക്ഷേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും അല്ലാന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസത്തെ ശമ്പളം കിട്ടുന്ന പോലെ പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ ഒരു മോഡ് ഓഫ് ഓപ്പറായിട്ട് നിങ്ങളിവിടെ ചെയ്യാൻ പാടില്ല. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം വരത്തില്ല ഷെയർ മാർക്കറ്റിൽ. കാരണം മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് വളരെ വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നല്ല റിട്ടേൺ കിട്ടത്തില്ല. മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് നല്ല റിട്ടേൺ കിട്ടും. പക്ഷേ നമ്മുടെ മാർക്കറ്റ് മെജോറിറ്റി സമയം ആ ഒരു വലിയ പെർഫോമൻസ് ഇല്ലാത്ത സമയത്താണ് കിടക്കുന്നത്. ഒരു 75% മാർക്കറ്റ് അങ്ങനെ ഉറങ്ങി കിടക്കുന്ന പോലെ തന്നെയാണ്. അതിനകത്ത് 25% മാർക്കറ്റ് താഴോട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ആ 25% മിച്ചമുണ്ടല്ലോ, ആ 25% വെച്ച് നമുക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതപ്പോൾ ഞാൻ ഷോർട്ട് ടൈമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ലോങ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു സ്റ്റോക്കിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ആ കമ്പനിയുടെ ഗ്രോത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും. പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാഭവും കിട്ടും, മാത്രമല്ല ഡിവിഡൻഡ് കിട്ടും. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പൈസ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലേൺ ചെയ്യേണ്ടിരിക്കുന്ന ആളായിരിക്കണം. അതായത് ലൈഫിൽ നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗ് നമ്മളൊരു ശീലമാക്കി മാറ്റണം. നമ്മുടെ സ്കൂൾ കാലം അല്ലെങ്കിൽ കോളേജ് കാലം കഴിഞ്ഞിട്ട് മെജോറിറ്റി ആൾക്കാരും പഠനം നിർത്തും. ഒരു ജോലി കിട്ടിയാൽ പിന്നെ ഒരിക്കലും പഠിക്കത്തില്ല. നമ്മുടെ സെൽഫായിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള പഠനം ആൾക്കാർ ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഈ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 25 വയസ്സിന് ശേഷം പഠിക്കാൻ പറ്റും. കാരണം 25 വയസ്സിന് ശേഷമാണ് ഒരാളുടെ ബ്രെയിൻ കൃത്യമായിട്ട് ഡെവലപ്പ് ആകുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് അപ്പോഴായിരിക്കും നമ്മൾ മെച്ചോർഡ് ആകുന്നത്. ആ മെച്ചോർഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് കുറച്ചുകൂടി അടിപൊളി. കാരണം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, പല കാര്യങ്ങളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ പക്വതയില്ലാത്ത സമയത്താണ് നമ്മൾ സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്നൊക്കെ തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തീരുമാനമൊക്കെ എടുത്തിട്ട് പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, വേറെ ഫീൽഡായിരുന്നു എനിക്ക് ചേരുന്നൊക്കെ പിന്നീട് മനസ്സിലായിട്ടില്ലേ. പക്ഷേ 25 വയസ്സിന് ശേഷം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. 25 വയസ്സിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും വേറൊരു സ്ട്രീമിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഉറപ്പായിട്ടും പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. കാരണം അവിടെയാണ് നിങ്ങൾ ഫുള്ളി മെച്ചോർഡ് ആകുന്നത്. ഫുള്ളി മെച്ചോർഡായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ് തീരുമാനങ്ങൾ. അപ്പം നമ്മൾ പാസ്റ്റിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന സ്ട്രീം അതായതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. 25 വയസ്സിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യുക. കാരണം അവിടെയാണ് നിങ്ങൾ ഏറ്റവും ലോജിക്കായിട്ട് ചിന്തിക്കുന്നത്. നിങ്ങളുടെ കൃത്യമായുള്ള കഴിവിൻ്റെ ഒരു വളർച്ചയുടെ ഒരു മൂർധന്യാവസ്ഥ എത്തി നിൽക്കുന്നത് 25 വയസ്സിന് ശേഷമാണ്. അപ്പം അവിടുത്തെ തീരുമാനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പെട്ടെന്ന് 30 വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ വലിയ ആളാണെന്ന് നിർബന്ധമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ് നടത്താൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 30 വയസ്സായി നിങ്ങൾ പല ഫീൽഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. പല കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും സക്സസ് ഉണ്ടാകും. നിങ്ങളുടെ ടേസ്റ്റ് എവിടെയായിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പം ശരിക്കും 25 വയസ്സിന് ശേഷമുള്ളൊരു 5 വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലേണിങ്ങിന് വേണ്ടി വെക്കേണ്ട ഒരു വർഷം. അവിടെയാണ് നിങ്ങളുടെ കൃത്യം പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ എക്സ്പീരിയൻസ് നടത്തി ഉറപ്പായിട്ടും ആഫ്റ്റർ 30 നിങ്ങൾക്ക് അടിപൊളി കിട്ടുന്ന ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വെക്കുക. എൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇതായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് മിഡിൽ ക്ലാസ് ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല ബിസിനസ്സിൽ കെട്ടിപ്പോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.